അങ്ങനെ വണ്ടിയൊക്കെ നിർത്താൻ നല്ല സ്ഥലമുണ്ട്. നല്ല ഒതുങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. അത്യാവശ്യം നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്ത ലോഡ് കേട്ടോ, ചെന്നൈയിലേക്കാണ്. അത്യാവശ്യം കുറേ ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 600 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് എനിക്ക് വയ്യാതെ ഞാൻ വണ്ടി സൈഡാക്കി നിർത്തിയതാണ് കേട്ടോ. അതാണ് ആരോ നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ വന്ന് നല്ലോണം പടപടപടാന്ന് അടിക്കുന്നു. ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി എണീറ്റിട്ടാ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പോലീസാണ്. ഞാനാണെങ്കിൽ പാർക്കിങ്ങിൽ നല്ല രീതിയിൽ വണ്ടി ഒതുക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ എന്തിനാ ബില്ല് കാണിക്കുമെന്ന് പറഞ്ഞ്. ശരി, ഞാൻ ബില്ല് കാണിച്ചു. എൻ്റെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ശരി, ലൈസൻസും കാണിച്ച്. ഉറങ്ങിക്കെടുക്കുന്ന എൻ്റെ യൂണിഫോം എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിക്കെടുക്കല്ല സാർ, എന്തിനാ എൻ്റെ യൂണിഫോം, ഉറങ്ങുമ്പോഴും യൂണിഫോം വേണ്ട. അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നീ വണ്ടി എടുത്ത് പോ, ഇവിടെ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞു. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടാണ് അങ്ങനെ അവിടുന്ന് പറഞ്ഞയച്ച കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലെ പോലീസിൻ്റെ മാറ്റം എന്താണെന്നും നമ്മളെ നാട്ടിലെ കേരളത്തിലെ പോലീസിന്റെ മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഞാൻ ഓട്ടോ ഓടിയുമ്പോൾ വണ്ടി അവർ നിർത്തിച്ചിട്ട് എന്നോട് ചോദിച്ചെന്താ അതിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു, നീ ഉറങ്ങിയിട്ടില്ലേ, നീ ഉറങ്ങിയതിന് ശേഷം പോയാൽ മതി, കുഴപ്പമില്ല, നീ വണ്ടി സൈഡാക്കി നിർത്തി കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അവർ തന്നെ ഉറങ്ങാൻ പറഞ്ഞ ഒരു പോലീസും. അതേപോലെ ഞാൻ സൗദിയിലൊക്കെ മുമ്പ് ജോലി ചെയ്തിരുന്നു. ഞാൻ കാറും കൊണ്ട് ഒരു വർഷം ഉറക്കം നല്ല രീതിയിൽ ഉറക്കം വന്നപ്പോൾ ഞാൻ ഹൈവേയിൽ തന്നെ വണ്ടി സൈഡാക്കി നിർത്തി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് എന്നെ വന്ന് വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഫ്ലാഷ് അവരുടെ ആ ഒരു ബീപ്പ് ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലാഷ് എൻ്റെ മുഖത്തടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റതിന് ശേഷം ആ പോലീസുകാരൻ എന്നോട് വന്ന് ചോദിച്ചു നീ എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഉറക്കം വന്നപ്പോൾ ശരിയെന്ന് പറഞ്ഞ് നീ കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറഞ്ഞു. അയാളെ കയ്യിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു കുപ്പിയും അതേപോലെ തന്നെ 2-3 പഴവും അതായത് ബനാന ആ കൂടെ എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ റെസ്റ്റ് എടുത്ത് ഉറങ്ങിയതിന് ശേഷം മാത്രം പോയാൽ മതി, എങ്ങാനും എനിക്ക് പോവേണ്ടി വന്നാൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് പകരം നിനക്ക് എസ്കോർട്ട് നിൽക്കാൻ വേണ്ടി വേറൊരു പോലീസിനെ ഞാൻ അയക്കേണ്ടെന്ന് കൂടെ പറഞ്ഞിട്ട്. അതായത് ഒരു നാട്ടിലെ പോലീസ് അവരുടെ രാജ്യത്തെ ജനങ്ങളുടെ സേഫ്റ്റി നോക്കുമ്പോൾ മറ്റൊരു രാജ്യത്തെ പോലീസുകാർ ചെയ്യുന്നത് അവരുടെ പോക്കറ്റ് വലുതാക്കാൻ വേണ്ടി മാത്രമാണ്. വളരെ വിഷമത്തോടു കൂടെ പറയട്ടെ, അവിടെ നിന്ന് ഉറങ്ങിയ എനിക്കൊരു 200 രൂപ ഫൈനും കൂടി അടിച്ചിട്ടാണ് അവരെന്നെ പറഞ്ഞയച്ചത്. എങ്കിൽ നമ്മൾ കേരള പോലീസ് ഒഴിച്ച് ബാക്കിയുള്ള പോലീസുകാരൊക്കെ അവരൊക്കെ അവരുടെ പോക്കറ്റ് വലുതാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ മാത്രമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൻ്റെ വീടാണ്, രണ്ടാമതിൻ്റെ കേരളം. ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ വണ്ടി നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഒരു കുഴപ്പമില്ല, നിങ്ങൾ വണ്ടി ഇവിടെ നിർത്തിക്കാൻ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞത് ഇവിടെ മാത്രം കേട്ടോ, ഈ എച്ചിപ്പിയുടെ മുമ്പിൽ.